ഹലോ ഗേളീസ്, നമുക്കിന്ന് ഒരു റൂം മേക്ക് ഓവർ കണ്ടാലോ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു വാൾപേപ്പറാണ് ഇത്. നല്ല ഫുൾ റേഞ്ചാണ്. ഞാൻ ഈ ഒരു ഭാഗമാണ് ഇതിന് വേണ്ടിയിട്ട് മേക്ക് ഓവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതിന് വേണ്ടി അവിടുത്തെ ഫ്രെയിംസും കാര്യങ്ങളും ടേബിളും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റാം. ഈ ഒരു ടേബിൾ എനിക്ക് മുന്നേ മാറ്റിയിടണമെന്നുണ്ടെങ്കിൽ വേറൊരാളെ ഹെൽപ്പ് വേണമായിരുന്നു. പക്ഷേങ്കിൽ ഞാനിത് മീഷോന്ന് മേടിച്ചിട്ടുള്ള ടയറാണ്. ഇത് വെച്ചതിന് ശേഷം ഒറ്റക്കൊക്കെ നീക്കാനൊക്കെ നല്ല എളുപ്പമാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഇൻസ്റ്റയിൽ തന്നെ DM ചെയ്താൽ മതി. നമുക്കവിടുത്തെ ഡസ്റ്റും കാര്യങ്ങളും സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ പറിച്ചെടുക്കാം. ഞാൻ ഫ്രെയിംസ് എല്ലാം തൂക്കാൻ വേണ്ടിയിട്ട് ഹാങ്ങിങ് സ്റ്റിക്കറാണ് യൂസ് ചെയ്തിരുന്നത്. അത് ഒട്ടിക്കുന്ന നേരത്തൊന്നും നല്ലപോലെ ഒട്ടിയില്ലെങ്കിലും പറിക്കാൻ നേരത്തൊന്നും നല്ലപോലെ പറിക്കാൻ കിട്ടിയില്ല. എല്ലാം നല്ല രീതിയിൽ ടൈറ്റായിട്ട് ഒട്ടി പിടിച്ച് നല്ല ടൈറ്റായിട്ട് അവിടെ ഇരുന്നായിരുന്നു. പിന്നെ പറിച്ചെടുത്തപ്പോൾ അവിടുത്തെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഇളകി പോകും. പക്ഷേ സീനില്ല, നമ്മൾ വാൾപേപ്പർ ഒട്ടിക്കാൻ പോകണമല്ലോ. ഇതിൻ്റെ ഏത് ഭാഗമാണ് അടിക്ക് ഏത് ഭാഗമാണ് മുകളിലേക്ക് എന്നുള്ള കൺഫ്യൂഷനെ തിരിച്ചും മറിച്ചും നോക്കിയെങ്കിലും പിന്നെ ഫോണിൽ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഭാഗമാണ് വരികയെന്ന്. ഒറ്റയ്ക്കാളെടുത്ത് ചെയ്യാൻ പറ്റുമെന്ന് ടെൻഷനൊക്കെ ഉണ്ടായി. പക്ഷേ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. പ്ലെയിനായി കിടക്കുന്ന ഏരിയ ആണെങ്കിൽ സിമ്പിളായിട്ട് ഒട്ടിച്ച് പോകാം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ നല്ല രീതിയിൽ അളവുകളും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമുക്ക് സിമ്പിളായിട്ട് പറ്റും. ഇതിങ്ങനെ കട്ട് ചെയ്യാൻ നല്ല സാറ്റിസ്ഫാക്ഷനാണ്. സിമ്പിളായിട്ട് സ്മൂത്തായിട്ട് കട്ട് ചെയ്ത് പോകും. പിന്നെ അതുപോലെ തന്നെ ഇത് ഒട്ടിക്കുന്ന സമയത്ത് ബബിൾസും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഒട്ടിക്കുമ്പോൾ അവിടെ ആണിയും സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതിൻ്റെ ഭാഗമായ കാരണം നല്ല രീതിയിൽ ബബിൾസും കാര്യങ്ങളൊക്കെ വന്നു. കുറേ ഞാനതൊക്കെ മാറ്റാൻ ശ്രമിച്ചെങ്കിലും പറ്റിയില്ല. പിന്നെ ഞാനതൊക്കെ ലാസ്റ്റ് ഫ്രെയിമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇതിങ്ങനെ പീൽ ചെയ്തെടുക്കാൻ നല്ല സാറ്റിസ്ഫാക്ഷനാണ്. ബബിൾസ് വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മെയിൻ കാരണം. പിന്നെ അങ്ങനെ നീറ്റാക്കി എടുത്ത സെറ്റായിട്ടിരിക്കും. ഞാൻ 1000 സെൻറ്റിമീറ്റർ എനിക്ക് ഈ ഒരു ഭാഗമാണ് തികഞ്ഞുള്ളൂ. ബാക്കിയുള്ള ഭാഗം പ്ലെയിനാക്കി എടുക്കുന്നുണ്ട്. അത് നമുക്ക് സെറ്റാക്കാം. പിന്നെ ഒരു എസ്തെറ്റിക് വൈബ് കിട്ടാൻ വേണ്ടി രാത്രി ലൈറ്റൊക്കെ ഇട്ട് ഞാൻ ഒരു വീഡിയോ എടുത്തതാണ്. ഇത് മീഷോന്ന് ഞാൻ ആനിവേഴ്സറി കിറ്റിൻ്റെ കൂടെ മേടിച്ചപ്പോൾ ഫ്രീ കിട്ടിയ ബൾബാണ്. ഡീറ്റെയിൽസ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തതിന് ശേഷം എന്നോട് DM ചെയ്താൽ മതി. വാൾപേപ്പറിൻ്റെ വേണമെങ്കിൽ ഗ്രീനും ചോദിച്ചാൽ മതി, ഞാൻ തരാം. ഇനി ഈ ഒരു ഭാഗം സെറ്റാക്കി എടുക്കാനുണ്ട്. നമുക്ക് അതിൻ്റെ ഓർഡർ ചെയ്തിട്ടുണ്ട്. വന്നതിന് ശേഷം നമുക്ക് സെറ്റ് ചെയ്യാം. ഞാൻ മേടിക്കുമ്പോഴത്തേന് 265 രൂപയായിരുന്നു. ഇപ്പോൾ വീണ്ടും ഞാൻ ഓർഡർ ചെയ്യാൻ നോക്കിയപ്പോൾ റേറ്റ് കൂടിയിട്ടുണ്ട്. ലിങ്ക് വേണ്ടവർ ഇൻസ്റ്റയിൽ എന്നെ ഫോളോ ചെയ്തതിന് ശേഷം വീഡിയോൻ്റെ അടിയിൽ ഗ്രീൻ എന്ന് കമൻറ്റ് ചെയ്താൽ ലിങ്ക് ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ശരി, ബായ്.